അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, ഇൻഷാ അല്ലാഹ് 2026 പാദവാർഷിക പരീക്ഷൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു റിവിഷൻ വേണം. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം 2025 ചെയ്ത വീഡിയോ കേട്ടാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും നമുക്ക് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം, 4 പാഠങ്ങളാണ് അഖീദയിലുള്ളത്. ആദ്യത്തെ പരീക്ഷ അഖീദയാണല്ലോ. അപ്പോൾ 4ാം ക്ലാസ്സുകാർ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ പാഠം അല്ലാഹു മൗജൂദുൻ. ഈ പാഠത്തിൽ കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ആദ്യം നമ്മൾ പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു മാത്രമാണ് ഡാഷ്. എന്താ ഉത്തരം? ആരാധനക്ക് അർഹൻ. ഇവിടെ ഹാ ഉണ്ട്, ഇവിടെ ഹാ ഉണ്ട്, 2 ഹായും ശ്രദ്ധിക്കുക. ആരാധനക്ക് അർഹൻ. അപ്പൊ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിർബന്ധമായും പഠിക്കണം. അത് പഠിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പുതിയ ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കേണ്ടത്. കാരണം കഴിഞ്ഞ വർഷത്തെ ചോദ്യം എന്തായാലും ആവർത്തിച്ച് കുറെ ചോദ്യങ്ങൾ വരും. ഉറപ്പാണ് ആ കാര്യം. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കഴിഞ്ഞ വർഷം വന്ന അതേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കണം. അപ്പൊ അല്ലാഹു മാത്രമാണ് ഡാഷ്, ആരാധനക്ക് അർഹൻ. ഇനി രണ്ടാമത്തെ ചോദ്യം വന്നത് അവന് തുല്യമായ ഡാഷ്. എന്താ? ഒരു വസ്തുവും ഇല്ല. പരീക്ഷയ്ക്ക് വന്നതാണ് ഒരു വസ്തുവും ഇല്ല. അതേപോലെ പിന്നെ വന്നതാണ് വുജൂദ്. അതിൻ്റെ അർത്ഥം എഴുതാൻ എന്താണ്? ഉള്ളവനായിരിക്കുക. അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ് വുജൂദ്, ഉള്ളവനായിരിക്കുക. അപ്പൊ അതിന് കാണാതെ പഠിക്കുക. വുജൂദ് ഉള്ളവനായിരിക്കുക, വുജൂദ് ഉള്ളവനായിരിക്കുക. അപ്പോൾ വുജൂദ്, ഖിദമ്, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്, 5 സിഫത്തുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത് ഒന്ന് വുജൂദാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉള്ളവനായിരിക്കുക. ഇനി തിരിച്ചു ചോദ്യം വരാം. ഉള്ളവനായിരിക്കുക അതിൻ്റെ അറബി വുജൂദ്. പിന്നെ പരീക്ഷയ്ക്ക് വന്നതാണ് ഖിയാമും ബിൻ നഫ്സ്. എന്താ അർത്ഥം? സ്വയം നിലനിൽക്കൽ. ഖിയാമും ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ. അപ്പോൾ നിങ്ങൾ അറബിയും അതിൻ്റെ അർത്ഥവും പഠിക്കണം, നിർബന്ധമായും പഠിക്കണം. ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. ഇനി നമ്മൾ ഇവിടെ പഠിക്കേണ്ട മറ്റു ചോദ്യങ്ങൾ ഉത്തരങ്ങൾ. ഒന്ന് ഇതാ, അള്ളാഹുവിൻ്റെ 5 വിശേഷണങ്ങൾ. അങ്ങനെ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദ്യം വരൂലെങ്കിലും അള്ളാഹുവിനെ പറ്റി നമുക്ക് പറയാൻ കിട്ടണം. എന്തൊക്കെ പറയാൻ കിട്ടും? അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അപ്പോൾ 5 എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കൂല, 2 എഴുതാനൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ തന്നിട്ട് പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അവന് മറ്റൊന്നിനെയും ഡാഷ് ആശ്രയിക്കേണ്ടതില്ല. സ്പെല്ലിങ് നോക്കുക, ആശ്രയിക്കേണ്ടതില്ല. പിന്നെ ഇവിടെ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ എണ്ണം. മൊത്തം 41 സിഫത്താണുള്ളത്. എത്ര? 41 കേട്ടോ. 41 സിഫത്ത്. അതെങ്ങനെയാണ്? ആദ്യം ഒരു 20, പിന്നെ ഒരു 20, പിന്നെ ഒരു 1. അപ്പൊ 20 കൂട്ടണം 20, 40, 40 കൂട്ടണം 1, 41. അള്ളാഹുവിന്റെ വാജിബായ സിഫത്ത്. എന്താ ഈ വാജിബായ സിഫത്ത് പറഞ്ഞാൽ? ഉണ്ടാവൽ, അനിവാര്യമായത്. എന്താ അനിവാര്യമായത് പറഞ്ഞാൽ? നിർബന്ധമായത്, എന്തായാലും ഉണ്ടാവണം. അങ്ങനത്തെ സിഫത്താണ് 20. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ സിഫത്താണ് എന്ത്? മുസ്തഹീലായ സിഫത്ത്. അപ്പൊ പഠിച്ചില്ലേ? വാജിബായ സിഫത്ത്, മുസ്തഹീലായ സിഫത്ത്. പിന്നെ ഒരു ജായിസായ സിഫത്ത്. അറബികൾ പഠിക്കുക. വാജിബ്, മുസ്തഹീല്, ജായിസ്. പഠിച്ചില്ലേ? ഇനി വാജിബിന്റെ അർത്ഥം എന്താ? ഉണ്ടാവൽ ഡാഷ് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. അനിവാര്യമായത്, ഉണ്ടാവാൻ മുസ്തഹീൽ വളരെ സിമ്പിളാണ്, ഉണ്ടാവാൻ പാടില്ലാത്തത്. പിന്നെ ജായിസായ സിഫത്ത് പറഞ്ഞാൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും പറ്റും. ഇനി പരീക്ഷയ്ക്ക് വരാത്ത ചോദ്യങ്ങളും കൂടി നമ്മൾ ഇവിടെ നോക്കാം. എന്താണ്? വുജൂദിന്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി ഖിദമ് നോക്കുക. ഖിദമ് ഈ 5 കാണാതെ പഠിക്കണം അറബി. വുജൂദ്, ഖിദമ്, ബഖാ. ഇങ്ങനെ 3 ഒരുമിച്ച് പഠിക്കുക. വുജൂദ്, ഖിദമ്, ബഖാ. വുജൂദ്, ഖിദമ്, ബഖാ. പഠിച്ചില്ലേ? വുജൂദ്, ഖിദമ്, ബഖാ. അടുത്തത് മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖിദമിന്റെ അർത്ഥം തുടക്കം ഇല്ലാതിരിക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം വന്ന പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുണ്ടാവും, അതല്ലാത്ത പുതിയ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കണം. കാരണം ഈ കഴിഞ്ഞ വർഷം ഇത് വന്നുകൊണ്ട് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഖിദമ് തുടക്കം ഇല്ലാതിരിക്കൽ. ഖിദമ് അർത്ഥവും പഠിക്കുക, അറബിയും പഠിക്കുക. ബഖാ അന്ത്യം ഇല്ല, 2 ഇല്ലാതിരിക്കലാണ് കേട്ടോ. അത് പഠിച്ചില്ലേ? 2 ഇല്ലാതിരിക്കലാണ്. ഒന്ന് തുടക്കം ഇല്ലാതിരിക്കൽ, മറ്റൊന്ന് എൻഡ് അഥവാ അവസാനം, അന്ത്യം ഇല്ലാതിരിക്കൽ. തുടക്കമില്ലാതിരിക്കൽ ഖിദമ്, പിന്നെ അന്ത്യമില്ലാതിരിക്കൽ ബഖാ.
പിന്നെ മുഖാലഫത്തുൽ ഹവാദിസ് സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ. ഖിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. അപ്പോൾ ഇത് കാക്കൊല്ല പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഖിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ പഠിച്ചില്ലേ? ഇനി ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ നോക്കുക. തുടക്കം ഇല്ലാതിരിക്കൽ, തുടക്കം ഇല്ലാതിരിക്കലിന് എന്താ പറയാ? ഖിദം. അടുത്തത് ഉള്ളവനായിരിക്കൽ, ഉള്ളവനായിരിക്കലിന്റെ അർത്ഥം എന്താ? വുജൂദ് 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 വുജൂദ്. അടുത്ത് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ, വ്യത്യസ്തമാകൽ, എന്താ? മുഖാലഫത്തുൽ ഹവാദിസ്, അന്ത്യം ഇല്ലാതിരിക്കൽ, എൻഡ്, അവസാനം, അന്ത്യം, എന്താണ്? ബഖാ, സ്വയം നിലനിൽക്കൽ, ഖിയാമും ബിൻ നഫ്സ്. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. അഖീദ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അടുത്ത പാഠം അല്ലാഹു അഹദ്. ഈ പാഠത്തിൽ എത്ര സിഫത്ത് പഠിച്ചു? 5 സിഫത്ത് പഠിച്ചു. വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാം ബിൻ നഫ്സ്. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ പാഠം, എന്താ പാഠത്തിന്റെ പേര്? അല്ലാഹു അഹദ്. കണ്ടില്ലേ, നമ്മൾ ഖുർആനിൽ പഠിച്ചില്ല, ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? അഹദ് എന്നുള്ള സിഫത്ത് അല്ലെ, വഹ്ദാനിയത്ത്, എന്താ അർത്ഥം? ഏകത്വം, അപ്പൊ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? അക്കീദയിൽ ഈ സിഫത്തുകൾ ഇങ്ങനെ കാണാതെ പഠിക്കണം. എങ്ങനെ പഠിക്കാം? ചൊല്ലി ചൊല്ലി വീണ്ടും ചൊല്ലി പഠിക്കുക. വഹ്ദാനിയത്ത് ഏകത്വം, വഹ്ദാനിയത്ത് ഏകത്വം, ഈറാദത്ത് ഉദ്ദേശിക്കൽ, ഈറാദത്ത് ഉദ്ദേശിക്കൽ, ഹയാത്ത് ജീവിച്ചിരിക്കൽ, അങ്ങനെ പാട്ടാക്കിയിട്ട് പഠിക്കന്നെ. അപ്പോൾ അവസാനം താഴെയുള്ളത് ഞാൻ പഠിക്കാൻ എളുപ്പമുണ്ട്. ഇറാദത്ത് ഉദ്ദേശിക്കൽ, ഹയാത്ത് ജീവിച്ചിരിക്കൽ, കുതിറത്ത് കഴിവ്, കുതിറത്ത് കഴിവ്, രണ്ടും കാണ് അല്ലെ, അങ്ങനെ ഓർത്തു വെക്കുക. കുതിറത്ത് കഴിവ്, ഇൽമ് അറിവ്, സംഅ് കേൾവി, കലാമ് സംസാരം. പാട്ട് പഠിച്ചാൽ മതി നിങ്ങൾ. കുതിറത്ത് കഴിവ്, ഇൽമ് അറിവ്, സംഅ് കേൾവി, കലാമ് സംസാരം. പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ അർത്ഥാണ് പഠിക്കേണ്ടത്. കുതിരത്ത് പറഞ്ഞ കഴിവാണ്, ഇൽമ പറഞ്ഞ അറിവ്. ഇനി ആ കാക്കൊല്ല പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ ഇതാ, കുതിരത്തിന്റെ മാച്ച് ചെയ്യാൻ. അതാ കുതിരത്ത് പറഞ്ഞ എന്താണ്? കഴിവ്, കഴിവ്, കുതിരത്ത് കഴിവ്. അടുത്ത് സം വന്നിട്ടുണ്ട്. സം പറഞ്ഞ കേൾവി, കേൾവി, സം കേൾവി. പിന്നെ വന്നത് എന്താണ്? ഇറാദത്ത് ഉദ്ദേശിക്കൽ, ഇറാദത്ത് ഉദ്ദേശിക്കൽ. ഈ 3 ചോദ്യം നിർബന്ധമായി പഠിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം ഏതാണ്? ഏത്? ഹയാത്ത് ജീവിച്ചിരിക്കൽ, ബസർ കാഴ്ച, കലാമ് സംസാരം. ഇതൊക്കെ ഓർത്തു വെക്കുക. പിന്നെ ഇൽമ പറഞ്ഞ അറിവ്, ഇൽമ അറിവാണ് എല്ലാവർക്കും അറിയാം. വഹ്ദാനിയത്ത് ഏകത്വം, വഹ്ദാനിയത്ത് ഏകത്വം. അപ്പൊ ഇവിടെ എത്രയായി? 13 സിഫത്തായി. അങ്ങനെ ഈ പാഠത്തിൽ 8ഉം കഴിഞ്ഞ പാഠത്തിൽ 5ഉം. അപ്പൊ 8 5 13. വാജിബായ സിഫത്ത് മൊത്തം എത്ര എണ്ണാണ്? മൊത്തം 20 എണ്ണാണ്. എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇനി ഈ പാഠത്തിൽ വളരെ അപ്പൊ ഇത് ഈ അറബിയും പിന്നെ അതിന്റെ മലയാളവും നിർബന്ധമായും പഠിക്കുക. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല, വിട്ടുവീഴ്ചയില്ല. നന്നായി പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ചൊല്ലി ചൊല്ലി പഠിക്കന്നെ. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത, കഴിഞ്ഞ വർഷം വരാത്തതാണ്, അപ്പൊ ഈ വർഷം എന്തായാലും വരാൻ സാധ്യത കൂടുതലാണ്. ഈ വിശേഷങ്ങളൊക്കെ, ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ, അഥവാ കേൾവി, അറിവ്, കാഴ്ച, നമ്മൾ കാണുന്നുണ്ടല്ലോ, അള്ളാഹും കാണുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട്, അള്ളാഹും കേൾക്കുന്നു. അപ്പൊ നമ്മളെ കേൾവി, അള്ളാഹിന്റെ കേൾവി എന്താ വ്യത്യാസം? അതാ പറയണേ. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കുമുണ്ട്. ഓക്കെ. എന്നാൽ നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. പഠിക്കുക. നമ്മുടേത് എന്താണ്? അപൂർണം. അപൂർണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമല്ലാത്തത്. അപൂർണവും അള്ളാഹു നൽകിയതും, അപൂർണവും അള്ളാഹു നൽകി. പഠിച്ചില്ലേ? അപൂർണവും അള്ളാഹു നൽകിയതും. എന്നാൽ അള്ളാഹുവിൻ്റെതോ സമ്പൂർണവും സ്വന്തമായി ഉള്ളു. ഇതിങ്ങനെ വരിക, പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് കുറച്ചു ഭാഗം തന്ന് കുറച്ചു ഭാഗം പൂരിപ്പിക്കാനുണ്ടാവും. അതുകൊണ്ട് നന്നായി പഠിക്കുക. നമ്മുടേത് എന്താണ്? 2 കാര്യങ്ങളുള്ളത്. ഒന്ന് അപൂർണം, മറ്റൊന്ന് അള്ളാഹു നൽകിയത്. അള്ളാഹുവിൻ്റെതോ സമ്പൂർണവും സ്വന്തമായി ഉള്ളതും, അള്ളാഹുവിൻ്റെത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതും. അപ്പൊ ഇതാണ് ഈ പാഠത്തിൽ പഠിക്കുക. അല്ലെങ്കിൽ ഇവിടെ ചോദ്യോത്തരത്തിൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതില് അള്ളാഹുവിന്റെ ഏത് സിഫത്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഏതാണ്? ഇതാണ് സിഫത്ത്. ഏത്? വഹ്ദാനിയത്ത്, ഏകത്വം. അഹദ്, കണ്ടില്ലേ? അള്ളാഹു അഹദ്, വഹ്ദാനിയത്ത്, ഏകത്വം. അടുത്തത് അള്ളാഹു സമദ്. അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ് സൂചിപ്പിക്കുന്നത്? ഇതാ കണ്ടില്ലേ? ഖിയാമും ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ, അഥവാ അള്ളാഹുവിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട സ്വയം നിലനിൽക്കും. അതാണ് അള്ളാഹു സമദിന്റെ ഉത്തരം കേട്ടോ. അള്ളാഹു സമദിൽ ഏത് സിഫത്താണ്? ഖിയാമും ബിൻ നഫ്സ്. അടുത്ത വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതിലേത് സിഫത്താണ്? പഠിച്ചു വെക്കുക. കാരണം കഴിഞ്ഞ പാദവർഷിക പരീക്ഷയ്ക്ക് ഇതുമാണ് വന്നത്. അപ്പൊ ഇത് വരാൻ സാധ്യതയുണ്ട്. വലം യകുല്ലഹു കുഫുവൻ അഹദ് ഏത് സിഫത്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇതാണ്, ഈ പാഠത്തിലാണ് അതിന്റെ ഉത്തരം. മുഖാലഫത്തുൽ ഹവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ. പഠിച്ചല്ലോ. ഇനി നമ്മൾ ഇവിടെ പിന്നെ ഇതെന്താണ്? ഓപ്പോസിറ്റ് എഴുതാൻ, അല്ല
താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് കൊടുത്ത. അപ്പൊ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിപരീതം ഇതാണ് ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അറിവില്ലായ്മ. കുദറത്ത് പറഞ്ഞ കഴിവ്. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? കഴിവില്ലായ്മ. ബസർ. ബസറിന്റെ ബസർ പറഞ്ഞ കേൾവി അല്ല കാഴ്ച. കാഴ്ചന്റെ ഓപ്പോസിറ്റ് എന്താ? കാഴ്ച ഇല്ലായ്മ. ഇറാദത്ത് ഉദ്ദേശം ഇല്ലാതിരിക്കൽ. സംഅ് കേൾവി ഇല്ലായ്മ. കലാമ് സംസാരമില്ലായ്മ. ഹയാത്ത് മരണം. പിന്നെ വഹദാനിയത്ത് ഇവിടെ ഒന്നിലധികം ആവൽ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അർത്ഥം എഴുതാനൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു, പാട്ടായി പഠിച്ചു. അടുത്ത മൂന്നാമത്തെ പാഠം അല്ലാഹു ഖാദിറുൻ. അല്ലാഹു ഖാദിറുൻ. ഇവിടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം ഈ പാഠത്തിന് അധികം പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ വർഷങ്ങൾ നന്നായി പഠിക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠത്തു നിന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ്. അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അപ്പൊ കഴിഞ്ഞ വർഷം ആദ്യത്തെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇതാണ്. അവന്റെ ഉദ്ദേശം കൂടാതെ ഡാഷ് ഒന്നും ഉണ്ടാകുന്നതല്ല. അപ്പൊ ഇത് കാണാതെ പഠിക്കാം. ഇനി ഈ വർഷം ഒരു പക്ഷെ ഇതല്ലാത്ത വേറൊരു ചോദ്യം പൂരിപ്പിക്കാൻ വന്ന എന്താ ചെയ്യേണ്ടത്? അവൻ സദാ ഡാഷ് ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ്. അപ്പൊ ഇത് മൂന്നും കാണാൻ പഠിക്കുക. ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനും ആണ്. അപ്പൊ സദാ എന്നുള്ളത് ഇതിന്റെ അടുത്തുള്ള വാക്കേതാ ഓർമ്മക്കുക. സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനും. അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. അതൊക്കെ നമ്മൾ 2ാം ക്ലാസ് പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും സിമ്പിൾ ആകണം. അടുത്ത് ഖാദിർ. ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിവുള്ളവൻ. ആലിം അറിയുന്നവൻ. സമീഅ് കേൾക്കുന്നവൻ. മുരീദ് ഉദ്ദേശിക്കുന്നവൻ. ഹയ്യ് ജീവിച്ചിരിക്കുന്നവൻ. ബസീർ കാണുന്ന. എല്ലാത്തിലും ഉണ്ടാവും അല്ലെ? കഴിവുള്ളവൻ, അറിയുന്നവൻ, കേൾക്കുന്നവൻ, ഉദ്ദേശിക്കുന്നവൻ. കണ്ടല്ലേ? ഖാദിർ കഴിവുള്ളവൻ. അപ്പൊ കുദറത്ത് ഖാദിർ. കുദറത്ത് പറഞ്ഞ കഴിവല്ലേനോ? അപ്പൊ ഖാദിർ പറഞ്ഞ കഴിവുള്ളവന്. ഇൽമ പറഞ്ഞ അറിവല്ലേനോ? അപ്പൊ ആലിം പറഞ്ഞ അറിയുന്നവന്. കണ്ടോ? സിമ്പിൾ അല്ലേ? സംഅ് നമ്മളിവിടെ പഠിച്ചില്ലേ? സംഅ് കേൾവി. അപ്പൊ സമീ പറഞ്ഞ കേൾക്കുന്നവന്. മുരീദ് ഉദ്ദേശിക്കുന്നവൻ. ഹയ്യ് ജീവിച്ചിരിക്കുന്നു. അവിടെ ഹയാത്ത് പഠിച്ചില്ലേനോ? ദാ ഹയാത്ത് ജീവിച്ചിരിക്കൽ. അപ്പൊ ഹയ്യ് പറഞ്ഞ ജീവിച്ചിരിക്കുന്നവൻ. അതും എന്തോ ഒരു കോണ്ടാക്ട് ഉണ്ട് അല്ലേ? ഖാദിർ കുദറത്ത്. കണ്ടോ? കുദറത്ത് ഖാദിർ. അപ്പൊ അതിന്റെ അർത്ഥം പഠിച്ചാൽ ഇവിടുന്ന് ലാസ്റ്റ് ഒരു കൊടുത്താൽ മതി. കഴിവുള്ളവൻ, അറിയുന്നവൻ, കേൾക്കുന്നവൻ, ഉദ്ദേശിക്കുന്നവൻ, ജീവിച്ചിരിക്കുന്നവൻ, ബസീർ കാണുന്നവൻ. അപ്പൊ ഇത് പഠിക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞിട്ടോ. 20 എന്താണ്? മുത്തക്കല്ലിമ് സംസാരിക്കുന്നവൻ. അപ്പൊ എത്ര സിഫത്തായി? അള്ളാഹുവിന്റെ വാജിബായി 20 സിഫത്തായി. ഇനി ഇവിടെ പഠിക്കേണ്ട പരീക്ഷയ്ക്ക് വന്ന കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നതും ഈ വർഷം വരാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ് മുസ്തഹീലായ സിഫത്ത്? ഉത്തരം ഇതാണ്. അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ അങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്ത്? അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ. എഴുതുന്ന ശ്രദ്ധിക്കുക. ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹീലായ സിഫത്ത്. പഠിച്ചില്ലേ? ഇനി അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്താണ്? പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. പണ്ടത്തെ പരീക്ഷക്കൊക്കെ ചോദ്യം വന്നിരുന്നു, വരാൻ സാധ്യത ഉണ്ട്. കഴിഞ്ഞ വർഷം ഇത് വന്നുകൊണ്ട് ഈ വർഷം ഇത് വരാൻ സാധ്യത ഉണ്ട്. വെരി വൃത്തിയായി പഠിക്കുക. ഉണ്ടാകാവുന്ന ഏത് കാര്യവും സ്പെല്ലിംഗ് നോക്കുക. അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിനാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. പഠിച്ചില്ലേ? ഇനി നോക്കാം. ഇവിടെ ഉണ്ടാകാവുന്ന ഏത് കാര്യവും എഴുതുന്ന സ്പെല്ലിംഗ് നോക്കുക. പിന്നെ ചെയ്യുകയോ എങ്ങനെ എഴുതാൻ നോക്കുക. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിനാണ് ജായിസായ സിഫത്ത്. അപ്പൊ അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്താണെന്ന് ചോദിച്ചു. മുസ്തഹീല സിഫത്ത് എന്താണ് ചോദിച്ചു. അതിന്റെ രണ്ടിന്റെ ഉത്തരമാണ് ഇവിടെ പഠിച്ചത്. ഓക്കെ, ഇത് പഠിക്കാനുള്ള ട്രിക്ക് പറഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വരാത്തതും എന്നാൽ ഈ വർഷം വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് പാട്ട്. കാരണം കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹി ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമാർ. അപ്പൊ ഈ പാട്ടുണ്ടല്ലോ,
ഈ പാട്ടിലെ ആദ്യത്തെ 2 വരി നിങ്ങൾക്ക് 4 വരി ഒരുമിച്ച് പഠിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു കാര്യങ്ങൾ ഉറപ്പിക്കുക, ആദ്യത്തെ 2 വരി ഷുവർ പഠിക്കണം. കാരണം അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗനി വവാഹിദുൻ വഹി ഖാദിർ മുരീദുൻ ആലിമുൻ ബി കുല്ലി ഷൈ. അത് നിങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഴയ റിവിഷനിൽ കേട്ടിട്ടുണ്ടാവും, അതൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ 4ാമത്തെ പാഠത്തിലേക്ക് പോവാം. പിന്നെ ഇവിടെ കാക്കൊല്ല പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. അതെന്താണ്? അതായത് സമ് എന്ന സിഫത്തുള്ള അള്ളാഹു സമീ ആകുന്നു. കണ്ടോ? പഠിക്കുക. സമ് സമീ കണ്ടോ? ബന്ധമുണ്ടോ? സമ് സമീ. ഇപ്പൊ ബസർ എന്തായിരിക്കും? ബസീർ. അപ്പൊ പരീക്ഷയ്ക്ക് വരൂട്ട്. അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതാണിത്. ഇത് രണ്ടും വന്നതാണ്. ഹയാത്ത് എന്ന സിഫത്തുള്ളവൻ അള്ളാഹു ഹയ്യാകുന്നു. പിന്നെ ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. എന്താ? ഇറാദത്ത്. ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിർ. അപ്പൊ ഖുദ്റത്ത് പഠിച്ചില്ലേ? അപ്പൊ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്ന അതേ ചോദ്യം വരും. ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ഡാഷ് ബസീർ ആകുന്നു. എഴുതാൻ വളരെ എളുപ്പമാണ്. ഇതേ സ്പെല്ലിംഗ് ആണ്. ഈ സ്വാദിന് കസർ കൊടുത്തിട്ട് പിന്നെ യാവ് കൊടുത്താൽ മതി. പിന്നെ ഖാദിർ എന്ന സിഫത്തിന്റെ ഇവിടെ എന്തായിരിക്കും? ഖുദ്റത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിറാണ്. ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹയ്യാണ്. ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു ഇറാദത്ത് എന്ന സിഫത്ത്. പഠിച്ചില്ലേ? സം എന്ന സിഫത്ത് സമീ പഠിച്ചില്ലേ? ഇനി വാജിബ് മുസ്തഹിൽ ചുവപ്പൊക്കെ അടയാളപ്പെടുത്താൻ അതൊക്കെ സിമ്പിളാണ്. നമ്മൾ അടുത്തേക്ക് അള്ളാഹു മുനസ്സഹുൻ. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നാം പഠിച്ചു. അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്തഹീൽ എന്ന് പറയപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ മുസ്തഹീലിന് ഒരു ഉത്തരം പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാണ്. ഏറ്റവും എളുപ്പമുള്ളത് പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. പിന്നെ അവ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അവ നമുക്ക് പഠിക്കാം. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും സിഫത്ത് ഇവിടെ പഠിക്കണം. അപ്പോൾ ഇത് കുറച്ച് റിസ്ക് ഉള്ള ഇതാണ്, പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അഖീദ വളരെ സിമ്പിളാണ് പരീക്ഷ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനുള്ള കുറേ കാണാതെ പഠിക്കാനുള്ള നന്നായി പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച 20 സിഫത്തുകൾ ഇവിടെ പറയും. കണ്ടില്ലേ? വുജൂദ്, ഖിദമ്, ബഖാ, മുഖാലിഫുൽ ഹവാദിസ്, ഖിയാം ബിൻ നഫ്സ്, വഹദാനിയ, ഖുദർ. അവിടെ പഠിച്ചത് തന്നെ ഇവിടെ പറയുന്നത്. പിന്നെ എന്തിനാ ഇവിടെ പഠിക്കേണ്ടത്? ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഹെഡിങ് നോക്കുക. ഇത് ഫുള്ള് വാജിബായ സിഫത്ത്, ഇത് ഫുള്ള് മുസ്തഹീലായ സിഫത്തിന്റെ അറബി. ഇതതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥമാണ് ഇത് കേട്ടോ. ശ്രദ്ധിക്കുക, ഇതിൻ്റെ അർത്ഥമാണ് ഇത്. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം പണ്ട് പഠിച്ചിട്ടുണ്ട്. പണ്ടത്തെ പാഠത്തിലൊക്കെ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് വാജിബ്, ഇത് ഉണ്ടാവൽ നിർബന്ധമായത് എപ്പോഴും ഉണ്ടാവൽ നിർബന്ധമാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും തന്നെയാണ്. ഇതിൻ്റെ മലയാളമാണിത്. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ടേം കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് നോക്കേണ്ടത്. ആദ്യം നോക്കുക, മുഖാലഫത്തുലിൽ ഹവാദിസിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ. എന്താണ്? മുമാസലത്തുലിൽ ഹവാദിസ്. അപ്പൊ ഇത് നന്നായി പഠിക്കുക. ഇത് ചോദിച്ചാൽ ഇത് പറയാൻ കിട്ടണം, ഇത് ചോദിച്ചാൽ ഇത് പറയാൻ കിട്ടണം. അപ്പൊ മുഖാലഫത്തുലിൽ ഹവാദിസ്. അപ്പോൾ ഇതേപോലെ തന്നെ ആണ് തുടക്കം, ഇവിടെ ആണ്, പിന്നെ ആണ് മുമാസലത്തുലിൽ ഹവാദിസ് കോപ്പി അടിച്ച് എഴുതിയാൽ മതി, അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എത്ര പഠിക്കണം? മുമാസലത്ത് മുഖാലഫത്ത് പഠിച്ചില്ലേ? അതേപോലെ വന്നൊരു ചോദ്യമാണ് ഖുദ്റത്തിന്റെ ഓപ്പോസിറ്റ് ആജിസ്. ഖുദ്റത്ത് ആജിസ്. പിന്നെ ഇറാദത്ത്. പിന്നെ വന്നാണ് ഇൽമിന്റെ ഓപ്പോസിറ്റ് ഇൽമ് ജഹ്ല്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, കഴിഞ്ഞ വർഷം വന്ന ചോദ്യം എന്തായാലും വരെ, അത് നിങ്ങൾ ഓർത്തു വെക്കണം. കഴിഞ്ഞ വർഷം വന്ന അതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് കഴിഞ്ഞ വർഷം വന്ന ചോദ്യം ഒരിക്കലും പഠിക്കാതെ പോകരുത്. ഇൽമ് ജഹ്ല് കഴിഞ്ഞ വർഷം വന്ന എല്ലാ ചോദ്യങ്ങളും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ അഖീദന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അടയാളപ്പെടുത്തിയിട്ടാണ് വീഡിയോ തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ഫുള്ള് ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. നോക്കുക, എന്താണ് ഇൽമിന്റെ ഓപ്പോസിറ്റ്? ഇൽമ് ജഹ്ല്. ഹയാത്ത് മൗത്ത് ഓപ്പോസിറ്റ് എഴുതാനാ. ഹയാത്തിന്റെ ഓപ്പോസിറ്റ് മൗത്ത്, ഇൽമിന്റെ ഓപ്പോസിറ്റ് ജഹ്ല്. വന്നാണ് സമന്റെ ഓപ്പോസിറ്റ് സ്വമമ്. അടുത്തത് കലാമിന്റെ ഓപ്പോസിറ്റ് ബക്മ്. കലാമ്. ഓർത്തല്ല? അപ്പൊ ഇത്രയും എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ വർഷം ഓപ്പോസിറ്റ് എഴുതാൻ വന്നിട്ടുണ്ട്. ഇനി നോക്കുക, കഴിഞ്ഞ വർഷം പിന്നെ അർത്ഥം എഴുതാൻ വന്നതാണ് കൗനുഹു കാരിഹ, ഉദ്ദേശം ഇല്ലാത്തവൻ. കൗനുഹു കാരിഹ, ഉദ്ദേശം ഇല്ലാത്തവൻ.
കൗനുഹു മുരീദ പറഞ്ഞാലോ അപ്പോൾ ഉദ്ദേശമുള്ളവന്. ഓക്കെ, പിന്നെ അർത്ഥം ഇതാ വന്നു കൗനുഹു അസമ്മ കേൾവി ഇല്ലാത്തവൻ, കൗനുഹു അസമ്മ കേൾവി ഇല്ലാത്തവൻ. ഓക്കെ അല്ലേ? ഇനി അപ്പൊ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഭാഗത്ത് നിന്ന് നിർബന്ധമായ ഒരു ചോദ്യം ഉണ്ടാവും. എന്താ അറിയോ? കുറച്ച് സിഫത്തുകൾ, ഇതിൽ നിന്ന് കുറച്ച് സിഫത്തുകൾ തന്നിട്ട് ഇതിൽ വാജിബും മുസ്തഹീലും ഗ്രൂപ്പാക്കാൻ, വേർതിരിക്കാൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ എങ്ങനെ വാജിബ് മനസ്സിലാക്കുക, മുസ്തഹീൽ എങ്ങനെ മനസ്സിലാക്കുക? വാജിബ് ഇങ്ങനെ ചൊല്ലി പഠിക്കുക. വുജൂദ് ഖിദം ബഖാ മുഖാലഫത്തു ലിൽ ഹവാദിസ് ഖിയാമുൻ ബിൻ നഫ്സ് വഹദാനിയ ഖുദ്റത്ത് ഇറാദത്ത് ഇൽമ് ഹയാത്ത് സംഅ് ബസർ കലാം കൗനുഹു ഖാദിറ കൗനുഹു മുരിദ കൗനുഹു ആലിമ കൗനുഹു ഹയ്യ കൗനുഹു സമീഅ കൗനുഹു ബസീറ കൗനുഹു മുതകല്ലിമ. അപ്പൊ ഇതിങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. പിന്നെ മുസ്തഹീലായ സിഫത്തിന്റെ മീനിങ് ആണ് തന്നിട്ടുള്ളെങ്കിൽ എളുപ്പമുണ്ട് കണ്ടെത്താൻ. ഇല്ലായ്മ ഫുള്ള് നെഗറ്റീവ് ആണെങ്കിൽ, ഇല്ലാത്തത് പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ഫുള്ള് മുസ്തഹീലായിരിക്കും. ഉള്ളത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? പിന്നെ വാജിബായ സിഫത്തും ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ടിക്ക് ഇട്ടതാണ് കഴിഞ്ഞ വർഷം എന്തിനു വന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് വേർതിരിക്കാൻ വന്നത്. ഫനാ എന്നുള്ളത് മുസ്തഹീലാണോ വാജിബാണോ? ഇതാ ബഖാ വാജിബാണ്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫനാ. പിന്നെ ഇഹ്തിയാജ് ഖിയാമുൻ ബിൻ നഫ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഇഹ്തിയാജ്. അടുത്തത് ഖുദ്റത്ത് വന്നതാണ്. ഖുദ്റത്ത് വാജിബാണോ മുസ്തഹീലാണോ? വാജിബ്. മുസ്തഹീൽ എന്താപ്പോ? ആജിസ്. അടുത്തത് ഇറാദത്തിന്റെ ഇറാദത്ത് വാജിബാണ്, കറാഹത്ത് എന്താണ്? മുസ്തഹീലാണ്. പിന്നെ വന്നത് ഇതാണ് സമഅ് ഏതാണ്? വാജിബ്, സ്വമമ് മുസ്തഹീല്. പിന്നെ വന്നത് കലാമാണ്. കലാമ് വാജിബ്, ബക്മ് മുസ്തഹീല്. ഇനി നോക്കണ്ട നമ്മൾ എന്താ അറിയോ? ഇനി നമ്മൾ കഴിഞ്ഞ വർഷം കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും കൂടി ഇതിൽ മനസ്സിലാക്കുക. ഇതാ തഅദ്ദുദ് കണ്ടില്ലേ? അതിന്റെ അർത്ഥം ഇതാണ് കഴിഞ്ഞ വർഷം കൊല്ലപരീക്ഷയ്ക്ക് വന്നിരുന്നത്. എന്താണ്? ഒന്നിലധികം ആവൽ. അതുപോലെ അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നാണ് ഖിയാമുൻ ബിൻ നഫ്സിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ. എന്താ ഉത്തരം? ഇഹ്തിയാജ്. ഖിയാമുൻ ബിൻ നഫ്സിന്റെ ഓപ്പോസിറ്റ് ഇഹ്തിയാജ്. ബഖാഇന്റെ ഓപ്പോസിറ്റ് ഫനാ. കണ്ടോ? ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അടയാളപ്പെടുത്തിയിട്ട് പഠിക്കുക. മുഖാലഫത്തുൽ ഹവാദിസിന്റെ ഓപ്പോസിറ്റ് പഠിക്കുക. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ്. കൗനുഹു ആലിമ കൗനുഹു ജാഹില. ആലിമ് ജാഹില്, മുരീദ് കാരിഹ്, ഖാദിർ ആജിസ്, സമീഅ് അസമ്മ്, ബസീർ അഅമ, മുതകല്ലിമ് അബ്കമ്. ഓക്കെ, അപ്പം അങ്ങനെ സെറ്റാക്കിയിട്ട് പഠിക്കുക. പിന്നെ അർത്ഥങ്ങൾ നോക്കുക. സംസാരമില്ലാത്തവൻ, കാഴ്ച ഇല്ലാത്തവൻ, ഫുള്ളി ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ കൂടെ ഒന്നും കൂടി പഠിക്കാണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. എന്താണിത്? ഫിഅലു കുല്ലി മുംകിൻ ഔ തർക്കുഹു. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത് ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. എന്താർത്ഥം? ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഉണ്ടാകാവുന്ന ഏത് കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. അപ്പം അതിൻ്റെ അറബി അവിടെ പഠിക്കേണ്ടത്. ഈ വർഷം അറബി വരാൻ സാധ്യതയുണ്ട്, കഴിഞ്ഞ വർഷം മലയാളം വന്നുകൊണ്ട്. ഫീലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അപ്പം ഇൻഷാ അല്ലാഹ് അഖീദ പരീക്ഷകൾ സെറ്റാക്കൂലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.